നമസ്കാരം. ശനിമാറ്റം 2025 മാർച്ച് മാസം 29-ാം തീയതി ശനി രാശി മാറുകയാണ്. ഈ രാശിമാറ്റത്തിൽ അശ്വതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ 2.5 വർഷം, ഇനി വരാൻ പോകുന്ന 2.5 വർഷം അനുഭവിക്കാൻ പോകുന്നത് 7.5 ശനിദോഷമാണ്. 7.5 ശനിദോഷം തുടങ്ങുകയാണ്. 7.5 ശനിദോഷം 7.5 വർഷമാണ് ഉള്ളത്. അശ്വതി നക്ഷത്രക്കാർക്ക് 7.5 വർഷ കാലഘട്ടം ശനിദോഷം, 7.5 ശനിദോഷം തുടങ്ങുകയാണ്. അതിൽ 2.5 വർഷം ശനി ജന്മരാശിയുടെ 12-ാം രാശിയിലും, തുടർന്നുള്ള 2.5 വർഷം ജന്മരാശിയിലും, തുടർന്ന് ജന്മരാശിയുടെ 2-ാം രാശിയിലും, അങ്ങനെ 7.5 വർഷക്കാലമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ശനിദോഷം വരുന്നത്. ഇതിലാദ്യം ഈ ആദ്യത്തെ 2.5 വർഷ കാലഘട്ടം ജന്മത്തിൻ്റെ 12-ാം രാശിയിൽ ശനി നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ സക്സസ് ആയിട്ട് നടക്കുന്നില്ല, പരാജയങ്ങൾ സംഭവിക്കുന്നു, നമുക്ക് വിജയിക്കുവാൻ സാധിക്കുന്നില്ല. ഏത് മേഖലയിലോട്ട് തിരിഞ്ഞാലും വളരെ പതുക്കെ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. ഒരു മാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമുക്കൊരു 3 മാസത്തോളമാകുന്നത് നേടിയെടുക്കുക. അതായത് അതിൻ്റെ വിജയത്തിലോട്ട് എത്തിച്ചേരുവാൻ വേണ്ടി വല്ലാത്തൊരു മടിയും അലസതയും ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായി വരും. മദ്യപാന ടെൻഡൻസി ഉള്ള വ്യക്തികൾക്ക് അങ്ങനെ ഒരു ടെൻഡൻസി വളരെ കൂടുതലായി തോന്നുന്ന ഒരു സമയമാണ്. അപ്പോൾ വളരെയധികം നിയന്ത്രിക്കുക നമ്മളുടെ ജീവിതശൈലി. ഇത് പറയുന്നത് തന്നെ കൂടുതലും നിങ്ങളുടെ ദോഷങ്ങൾ പറയുന്നത് ഇങ്ങനെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ നിന്നും പിന്മാറി അതിനെ അതിജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. കാരണം നമുക്ക് പോസിറ്റീവായിട്ടുള്ള സന്തോഷം തരുന്ന കാര്യങ്ങൾ നമ്മളാരും ഓർക്കാറില്ല. അത് ജീവിതത്തിൽ വന്നു പോകുമ്പോൾ മറക്കും. എന്നാൽ വിഷമം തരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അത് ഒരുപാട് ഓർത്തിരിക്കുകയും വിഷമിക്കുകയും നഷ്ടങ്ങൾ വരികയും ചെയ്യും. നേരത്തെ മുൻകൂട്ടി അറിയുവാൻ സാധിച്ചാൽ നമുക്കതിനെ മറികടന്ന് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ശനിയാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തുകയും നീരാഞ്ജനം കഴിപ്പിക്കുകയും അല്ലെങ്കിൽ എള്ളുകിഴി കഴിപ്പിക്കുക. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. നെയ്വിളക്ക് കഴിപ്പിക്കാം, നെയ്യഭിഷേകം, എള്ള് പായസ വഴിപാട്, ഇങ്ങനെ ഇതെല്ലാം നടത്തുകയും ശനിയാഴ്ച ദിവസം വ്രതമെടുക്കുകയും, അതായത് നോൺ വെജ് എല്ലാം ഉപേക്ഷിച്ച് വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു 2.5 വർഷ കാലഘട്ടം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ശനി ദോഷങ്ങളുടെ കാഠിന്യം കുറയും. നമുക്ക് ദോഷം വരാനുള്ളത് വരിക തന്നെ ചെയ്യും, പക്ഷേ അതിൻ്റെ കാഠിന്യം കുറയുകയും വളരെ ലഘുവായി നമ്മൾ ബാധിച്ച് പോവുകയും ചെയ്യും. നമുക്ക് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു 2.5 വർഷ കാലഘട്ടം ഭഗവാനെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ശനീശ്വരദേവനെയോ അല്ലെങ്കിൽ ശാസ്താവിനെയോ അയ്യപ്പനെയോ ഒക്കെ ശനിയാഴ്ച ദിവസങ്ങൾ മുടങ്ങാതെ നീരാഞ്ജനം കഴിപ്പിച്ചൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ഈ ഒരു 2.5 വർഷ കാലഘട്ടം നിങ്ങൾക്ക് ശനിദോഷത്തിൽ നിന്നും മാറ്റം ഉണ്ടാകുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്ന എന്തെങ്കിലും സംശയങ്ങൾ, ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശനിമാറ്റം 2025 മാർച്ച് 29-ാം തീയതി ശനി രാശി മാറുമ്പോൾ ഭരണി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് 7.5 ശനിയാണ് തുടങ്ങുന്നത്. തൻ്റെ ജീവിതത്തിലെ 7.5 വർഷമാണ് ഈ ദോഷം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഇതിൻ്റെ ശനി ദോഷത്തിൻ്റെ ഓരോ അവസ്ഥയിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയും അതുപോലെ തന്നെ താഴ്ചകളും വന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം വളരെ സീരിയസ് ആയി തന്നെ നേരത്തെ മനസ്സിലാക്കുകയും അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുകയും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 2.5 വർഷ കാലഘട്ടം ശനി തൻ്റെ ജന്മരാശിയുടെ 12-ാം രാശിയിലും, തുടർന്നുള്ള 2.5 വർഷ കാലഘട്ടം ജന്മരാശിയിലും, തുടർന്ന് 2-ാം രാശിയിലുമാണ്. ഇങ്ങനെ 2.5 വർഷം വെച്ച് 7.5 വർഷമാണ് ശനിദോഷം നിങ്ങൾക്കുണ്ടാകുന്നത്. 7.5 ശനിയാണ് ബാധിച്ചിരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഇപ്പോഴത്തെ 2.5 വർഷ കാലഘട്ടം ശനി ഇന്ന് 12-ാം രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് തടസ്സങ്ങൾ, പരാജയങ്ങൾ, നഷ്ടങ്ങൾ ചെയ്യുന്ന കാര്യത്തിലെല്ലാം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സർപ്പിച്ച് അത് ഒരുപാട് കഠിനാധ്വാനത്തോടു കൂടി പല കാര്യങ്ങൾ ചെയ്യും എന്നുണ്ടെങ്കിലും നിങ്ങൾക്കെതിരെ പരാതി വരുന്നു, അതിന് തൃപ്തരില്ലാതെ, അത് നമ്മുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള ഒരു
സ്നേഹം കിട്ടാതെ വരുന്നു, നമുക്ക് അതിനുള്ള അംഗീകാരം കിട്ടാതെ വരുന്നു. അങ്ങനെ ഒരുപാട് നെഗറ്റീവായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യത കൂടുതലായി കാണുന്ന സമയം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യം കൂടുതലും കർമ്മരംഗത്ത് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ മടിയും അലസതയും ഉണ്ടാകും. പരീക്ഷയിൽ നമ്മൾ എത്ര തന്നെ ആത്മാർത്ഥമായി പഠിച്ച് പരീക്ഷ എഴുതിയാലും നമുക്ക് എഴുതിയിട്ട് നമ്മൾ വന്ന് പറയും ഞങ്ങൾക്കൊരു 95% മാർക്ക് കിട്ടും, അത്രയ്ക്ക് എളുപ്പമായിരുന്നു എഴുതിയെന്ന് പറയും. എന്നാൽ റിസൾട്ട് വരുമ്പോഴേക്കും 75% മാർക്കേ കാണുകയുള്ളൂ. അങ്ങനെ നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നതിൽ നിന്നും പുറകിലോട്ട് പോവുക, ഉറക്ക കൂടുതൽ, എന്ത് കാര്യമായാലും നാളത്തേക്കെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നൊരവസ്ഥ, ഇതെല്ലാം നമുക്ക് ഈ ഒരു കാലയളവിൽ ഈ ഒരു 2.5 വർഷ കാലഘട്ടം നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. ഇതിനുള്ള പരിഹാരം എന്ന വണ്ണം നിങ്ങളുടെ വീടിനടുത്തുള്ള തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ശാസ്താ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശനീശ്വര ദേവക്ഷേത്രത്തിലോ ദർശനം നടത്തുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതത്തോടു കൂടി, അതായത് നോൺ വെജ് എല്ലാം ഉപേക്ഷിച്ച് വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച് വ്രതത്തോടു കൂടി ഭഗവാന്റെ നാമങ്ങളെല്ലാം ജപിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയും പുഷ്പാഞ്ജലി അർപ്പിക്കുകയും നീരാഞ്ജനം അർപ്പിക്കുകയും എല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ ശനിദോഷത്തിനൊരു മാറ്റം തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ശനിമാറ്റം 2025 മാർച്ച് 29 ശനി രാശി മാറുകയാണ്. രാശി മാറുമ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും, അല്ലെങ്കിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ശനിദോഷമുണ്ടോ, ഇതെങ്ങനെ മനസ്സിലാക്കാം? കാർത്തിക നക്ഷത്രം മേടൻ രാശിയിൽ അതിൻ്റെ ആദ്യ കാൽപാദവും ഇടവം രാശിയിൽ അവസാന മുക്കാൽ പാദവുമാണ് വരുന്നത്. അപ്പോൾ മേടം രാശിക്കാർക്കാണ് ഈ വരുന്ന 2.5 വർഷ കാലഘട്ടം ശനിദോഷമുള്ളത്. 2.5 വർഷ കാലഘട്ടം ശനിദോഷം അനുഭവിക്കുന്ന നക്ഷത്രം മേടൻ രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽപാദം. അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ശനിദോഷമില്ല. മേടം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്ക് മാത്രമേ ശനിദോഷമുള്ളൂ. അതായത് കാർത്തിക ആദ്യ കാൽപാദത്തിൽ ജനിച്ച മേടം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് മാത്രമാണ് ഇനി വരുന്ന 2.5 വർഷ കാലഘട്ടം 7.5 ശനിദോഷം ബാധിക്കുന്നത്. ഇവർ വ്യക്തമായി മനസ്സിലാക്കുക. എല്ലാ കാർത്തികക്കാർക്കും എല്ലാവരും വിചാരിക്കണം എനിക്ക് ശനിദോഷമാണെന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല. നിങ്ങളുടെ ജന്മരാശി ഏത് രാശിയിലാണ് ജനിച്ചത്, ഏത് കൂറിലാണ് ജനിച്ചതെന്ന് അറിയില്ലെങ്കിൽ അതൊന്ന് ജാതകം പരിശോധിച്ചാൽ മതി, മനസ്സിലാകും. അല്ലെങ്കിൽ അടുത്ത് ചോദിച്ചാൽ മതി, അത് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ അത് ഇടവൻ രാശിയിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ വർഷം ശനിദോഷമായിരുന്നു, കണ്ടക ശനിദോഷമായിരുന്നു. അതെല്ലാം മാറുകയും വരുന്ന മാർച്ച് 29 ആകുമ്പോൾ അത് മാറുകയും തുടർന്ന് സന്തോഷകരമായ ജീവിതം, പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാനും സാധ്യതയുണ്ട്. കൂടുതലും ഇടവൻ രാശിയിലായിരിക്കും കാർത്തിക നക്ഷത്രം വരുന്നത്. കാരണം അവസാനത്തെ 3 പാദവും നിൽക്കുന്നത് ഇടവൻ രാശിയിലായതുകൊണ്ട് നമ്മളൊരു 100 കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ എടുത്താൽ ഇതിൽ 75 പേരും ഇടവൻ രാശിയിലും 25 പേർ മേടൻ രാശിയിലുമാണ്. അങ്ങനെയാണ് ഏകദേശം ഒരു കണക്ക്. അപ്പോൾ എല്ലാ കാർത്തികക്കാർക്കും ശനിദോഷം ബാധിക്കുന്നില്ല. മേടം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്ക് മാത്രമാണ് ശനിദോഷം ബാധിക്കുന്നത്. ഇടവൻ രാശിയിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക് ശനിദോഷം ഉണ്ടായിരുന്നത് മാറുകയും സന്തോഷകരമായിട്ട് വിജയകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന 2.5 വർഷ കാലഘട്ടമാണ്. എന്നാൽ മേടം രാശിയിൽപ്പെട്ടവർ വളരെയധികം സൂക്ഷിക്കുക. അവർ പരിഹാരങ്ങൾ ചെയ്യുക തന്നെ വേണം. കാരണം അവർക്ക് ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമുക്ക് ധനനഷ്ടം കൂടുതലായി വരുന്നു. അതുമാത്രമല്ല നിങ്ങൾക്ക് പരീക്ഷയിൽ പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വാഹന സംബന്ധമായി ആ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് നിരന്തരം വാഹനങ്ങൾക്ക് പണികൾ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വരികയും, അല്ലെങ്കിൽ അനാവശ്യമായി നിങ്ങളുടെ പേരിൽ ഫൈൻ വരിക, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ കാർത്തിക ആദ്യപാദത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഉണ്ടാകുകയും അവർക്ക് നഷ്ടങ്ങൾ, ഇങ്ങനെ ഒരു സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ മനസ്സമാധാനമില്ലാത്തൊരവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ 2.5 വർഷ കാലഘട്ടം ജീവിതത്തിൽ വന്നു പോവുക തന്നെ ചെയ്യും. ഇടവൻ രാശിയിൽപ്പെട്ട കാർത്തിക അവസാനത്തെ 3 പാദത്തിൽ ജനിച്ച വ്യക്തികൾക്കും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വിജയങ്ങളും തടസ്സങ്ങളും, അതായത് കർമ്മരംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുകയും ജീവിതം വളരെ
ഹാപ്പിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾക്ക്, അതായത് മേടൻ രാശിയിൽപ്പെട്ട കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ശനിദോഷത്തിന് പരിഹാരം എന്ന വണ്ണം അയ്യപ്പസ്വാമിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ശനീശ്വര ക്ഷേത്രത്തിലോ ശനിയാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും അല്ലെങ്കിൽ ഭഗവാന്റെ ശരണനാമം ജപിക്കുകയും ഭഗവാന്റെ വഴിപാടുകൾ, അതായത് കടും പായസം നടത്താം, അരവണ പായസ വഴിപാട് നടത്താം, എള്ള് പായസ വഴിപാട് നടത്താം എന്നിങ്ങനെയുള്ള വഴിപാടുകൾ ശനിയാഴ്ച നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. കൂടാതെ നീരാഞ്ജനം കഴിപ്പിക്കുക. ഏറ്റവും ലഘുവായും അതിൽ കൂടുതൽ ഫലം ലഭിക്കുന്നതുമായത് നീരാഞ്ജനം നടത്തുന്നതാണ്. നീരാഞ്ജനം, നെയ്വിളക്ക് എന്നിവ നടത്തി ശനിയാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച ശനിദോഷത്തിന് ഏറെക്കുറെ മാറ്റമുണ്ടാകുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഈ ശനിദോഷത്തിന് രാശിക്കുണ്ടാകുന്ന സംശയങ്ങളും ഏത് രാശിയിലാണ് ജനിച്ചത് ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. തിരിച്ച് മെസ്സേജ് തന്നെ നിങ്ങൾക്ക് മറുപടി വരുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. 2025 മാർച്ച് 29 ശനി രാശി മാറുമ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ, കൂടാതെ ഇവർക്ക് ശനിദോഷമുണ്ടോ എങ്ങനെ മനസ്സിലാക്കാം? രോഹിണി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ 2.5 വർഷ കാലഘട്ടം കണ്ടക ശനിദോഷമായിരുന്നു. അവർക്ക് അവരുടെ ബിസിനസ്സിലും ജോലി സംബന്ധമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടെല്ലാം ചെറിയ രീതിയിൽ തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന 2.5 വർഷ കാലഘട്ടം നിങ്ങളുടെ ശനിദോഷം മാറുകയും നിങ്ങളുടെ ആ ഒരു ദോഷങ്ങൾ, ആ ഒരു മടി, അലസത, തടസ്സം ഇവയെല്ലാം നീങ്ങുകയും കർമ്മരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ബിസിനസ് രംഗത്തും എല്ലാം നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന 2.5 വർഷക്കാലമാണ് വരാൻ പോകുന്നത്. മാർച്ച് 29 യോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുകയും സന്തോഷവും സമാധാനവും ഐശ്വര്യവുമായ ജീവിതം വന്നു ചേരുവാൻ പോകുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അതായത് 2025 മാർച്ച് 29 വരെ ശാസ്താ ക്ഷേത്രത്തിലും അല്ലെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലൊക്കെ നീരാഞ്ജനം കഴിപ്പിക്കുക, ശനീശ്വര ദേവനെ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് പുഷ്പാഞ്ജലികളോ വഴിപാടുകളോ നടത്തിക്കൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുക. അതിന് ഒരു മുടക്കവും വരുത്തണ്ട. അതിനുശേഷം നിങ്ങൾ ശനിയാഴ്ച ദിവസങ്ങൾ ശാസ്താ ക്ഷേത്രത്തിലും അയ്യപ്പ ക്ഷേത്രത്തിലും പോവുകയും പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കൂടാതെ പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ നീരാഞ്ജനം, നെയ്വിളക്ക് ഇതെല്ലാം നടത്തിയെന്ന് പറഞ്ഞ് ഒരു തെറ്റുമില്ല. നടത്തുന്നതുകൊണ്ട് ഭഗവാൻ വഴിപാട് നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രീതി നമുക്കുണ്ടാകാനും ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായി നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ശനിദോഷം ഈ വരുന്ന 2.5 വർഷ കാലഘട്ടം മാറുകയാണ്. ഇനിയുള്ള ജീവിത കാലഘട്ടം സന്തോഷകരമായി തന്നെ മുന്നോട്ട് നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 2025 മാർച്ച് മാസം 29 ശനി രാശി മാറുകയാണ്. ശനി രാശി മാറുമ്പോൾ മകയിരം നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഗുണഫലങ്ങളും എന്തെല്ലാം ദോഷഫലങ്ങളും ആണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. മകര നക്ഷത്രക്കാർ വളരെ ശ്രദ്ധയോടുകൂടി ഈ വീഡിയോ കാണുക. കാരണം നിങ്ങൾ ഇടവം രാശിയിൽ ജനിച്ച മകയിരം നക്ഷത്രക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2.5 വർഷം കഴിഞ്ഞ 2.5 വർഷ കാലഘട്ടം നടന്നുകൊണ്ടിരുന്ന ശനിദോഷം മാറുകയാണ്. കണ്ടക ശനിദോഷം മാറുവാൻ പോവുകയാണ്. ദോഷങ്ങൾ മാറാൻ ഇനി മാർച്ച് 29 2025 വരെ കാത്തിരുന്നാൽ മതി. അത് കഴിഞ്ഞ് ദോഷങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്നില്ല. എന്നാൽ മിഥുനം രാശിയിൽ ജനിച്ച മകയിരം നക്ഷത്രക്കാർ, അതായത് മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഇടവം രാശിയിലും അവസാന പകുതി മിഥുനം രാശിയിലുമാണ്. അപ്പോൾ മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ശനിദശ ഇല്ലായിരുന്നു, ശനിദോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. അവർക്ക് ഒരു ദോഷവും ഇല്ലാതെയായിരുന്നു കഴിഞ്ഞ വർഷങ്ങൾ കടന്നുപോയത്. എന്നാൽ ഇനി വരുന്ന 2.5 വർഷ കാലഘട്ടം മിഥുനം രാശിയിലുള്ള മകയിരം നക്ഷത്രക്കാർക്ക് കണ്ടകശനി തുടങ്ങുകയാണ്. കർമ്മരംഗത്താണ് ഈ കണ്ടകശനി ഉള്ളത്. അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, വിദ്യാഭ്യാസപരമായ തടസ്സങ്ങൾ, ബിസിനസ് സംബന്ധമായ പരാജയങ്ങൾ എന്നിവയെല്ലാം, മടി, അലസത ഇവയെല്ലാം വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇടവം രാശിയിലുള്ള
മകയിരം നക്ഷത്രക്കാർ, മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയിൽ ജനിച്ചവർക്ക് ഈ ദോഷങ്ങളെല്ലാം മാറുകയും സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കുക, മകയിരം നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ശനിദോഷം ഇല്ല. മകയിര നക്ഷത്രത്തിൻ്റെ പകുതി, ആദ്യ പകുതിയിൽപ്പെട്ട ജനങ്ങൾക്ക് നിങ്ങളുടെ ശനിദോഷം മാറുന്നു. എന്നാൽ രണ്ടാമത്തെ പകുതിയിൽപ്പെട്ട മകയിര നക്ഷത്രക്കാർക്ക്, അവസാന പകുതിയിൽപ്പെട്ട മകയിര നക്ഷത്രക്കാർക്ക് ശനിദോഷം തുടങ്ങുന്നു. നിങ്ങൾക്കിത് അറിയില്ല, നിങ്ങൾ ജനിച്ച രാശി ഏതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് മെസ്സേജിലൂടെ തന്നെ മറുപടി തരുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഈ ദോഷം ഇപ്പോൾ തുടങ്ങുകയാണ്. ഈ മിഥുനം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന മകയിര നക്ഷത്രക്കാർക്ക് വരുന്ന ശനിദോഷത്തിന് പരിഹാരം എന്ന വണ്ണം നിങ്ങൾ ശാസ്താ ക്ഷേത്രത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ശനീശ്വര ക്ഷേത്രത്തിലോ ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും നീരാഞ്ജനം അർപ്പിക്കുകയും വഴിപാടർപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ശനി 2025 മാർച്ച് മാസം 29-ാം തീയതി രാശി മാറുമ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് കണ്ടകശനി ദോഷം ആരംഭിക്കുകയാണ്. കർമ്മരംഗത്ത് ഇവർക്ക് ദോഷങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന 2.5 വർഷമാണ്. ബിസിനസ്സിൽ ഇവർക്ക് പരാജയങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. പുതുതായി ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുമെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നിങ്ങളുടെ ജാതകം വ്യക്തമായി പരിശോധിക്കുക. ജാതകത്തിൽ നല്ല സമയമാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബിസിനസ്സിലോട്ടോ അല്ലെങ്കിൽ മറ്റ് ജോലി, ഇപ്പോൾ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് മറ്റൊരു സ്ഥാപനത്തിലോട്ട് ജോലി മാറാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെയാണ്. നിങ്ങളുടെ ജാതകം പരിശോധിച്ച് സമയം കൊള്ളാം എന്നുണ്ടെങ്കിൽ മാത്രം, നല്ല ഗ്രഹങ്ങളുടെ ദശാപകാര സമയമാണെങ്കിൽ മാത്രം അതിൽ നിന്ന് മാറുക. അല്ലാത്ത പക്ഷം നമുക്കൊരു വീഴ്ചയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്, അതായത് നഷ്ടത്തിലോട്ട്. ഇപ്പോൾ പ്രൈവറ്റ് മേഖലയിൽ നിന്ന് മാറി മറ്റൊരു കമ്പനിയിലോട്ട് പോകുമ്പോഴേക്കും അവിടെ ഒരു ദോഷം സംഭവിക്കുകയും നമുക്കവിടെ ജോലിയിൽ ശമ്പള കുറവ് അല്ലെങ്കിൽ ജോലി ഭാരം കൂടുതൽ, പിന്നെ തിരിച്ചിവിടെ വരാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ ഒരുപാട് വിഷമങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കർമ്മരംഗം സൂക്ഷിക്കുക. തിരുവാതിര നക്ഷത്രക്കാർക്ക് 2.5 വർഷ കാലഘട്ടം കണ്ടക ശനിദോഷമാണ്. കൂടുതലും ജോലി സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടുമാണ് നമുക്ക് ബാധിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ചെറിയ മന്ദത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരുടെ കർമ്മരംഗം വിദ്യാഭ്യാസമായതുകൊണ്ട് അവർക്കും ദോഷങ്ങൾ വരാതിരിക്കുവാൻ വേണ്ടി ശാസ്താ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ നീരാഞ്ജനം കഴിപ്പിക്കുക, എള്ള് പായസ വഴിപാട് നടത്തുക, അരവണ പായസ വഴിപാട് നടത്തുക, കടുംപായസ വഴിപാട് നടത്തുക, നെയ്യഭിഷേകം നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ശനി രാശി മാറുമ്പോൾ പുണർദം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ശനിമാറ്റം എന്താണെന്ന് നോക്കാം. മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുണർദം നക്ഷത്രക്കാർക്ക് മാത്രമാണ് കണ്ടകശനി ദോഷം വരുന്നത്. എന്നാൽ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന കാൽപാദത്തിന് ശനിദോഷം വരുന്നില്ല. കണ്ടകശനി ദോഷമാണ് പുണർദം നക്ഷത്രക്കാർക്കുള്ളത്. എന്നാൽ മിഥുനം രാശിയിൽ വരുന്ന പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ പാദം മാത്രം കണ്ടകശനി ദോഷം വരികയും തുടർന്നുള്ള അവസാനത്തെ കാൽപാദം കണ്ടകശനി ദോഷത്തിൽ നിന്നും മാറുകയും ചെയ്യുന്നു. ഈ ദോഷസമയത്ത് നമുക്ക് കർമ്മരംഗത്താണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ ചിലപ്പോൾ മാറ്റം വരിക, സ്ഥലം മാറ്റം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലത്തോട്ട്, നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന സ്ഥലത്തോട്ട് ജോലിയിൽ മാറ്റം വരേണ്ടി വരിക, നമ്മൾ ആ ജോലി ഉപേക്ഷിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ജോലിയിൽ വരുമാനം കുറയുന്നൊരവസ്ഥ, അല്ലെങ്കിൽ വരുമാനം കൂടുതൽ ലഭിക്കും എന്ന് കാത്തിരുന്നിടത്ത് നിന്നും
നിങ്ങൾക്കത് ലഭിക്കാതെ വരുന്നൊരവസ്ഥ, ഇങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവായ അനുഭവം മിഥുനം രാശിയിൽപ്പെട്ട് വരുന്ന പുണർന്ന നക്ഷത്രക്കാർക്ക് അനുഭവിക്കേണ്ടി വരും. കൂടാതെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ സാധിക്കാതെ അവർക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടാതെ ഒതുങ്ങേണ്ടി വരുന്നൊരവസ്ഥ, വിദ്യാർത്ഥികൾക്ക് തൻ്റെ പഠനം അവർ ആഗ്രഹിക്കുന്ന മേഖലയിൽ എത്തിച്ചേർക്കാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ, ഇവയെല്ലാം ഈ വരുന്ന 2025 മാർച്ച് 29 ശേഷം മിഥുനം രാശിയിൽ വരുന്ന പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ പാദത്തിൽ ജനിച്ചവർക്ക് ഈ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഈ ഒരു കാലഘട്ടത്ത് നിങ്ങൾ അയ്യപ്പ സ്വാമിയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാന് നെയ്വിളക്ക് കഴിപ്പിക്കുക, നീരാഞ്ജനം കഴിപ്പിക്കുക, വഴിപാട് കഴിപ്പിക്കുക ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ദോഷങ്ങൾക്കൊരു മാറ്റമുണ്ടാകാൻ സാധിക്കും. തുടർന്ന് കർക്കിടകൻ രാശിയിൽപ്പെട്ട് വരുന്ന പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാന കാൽപാദത്തിന് ദോഷങ്ങൾ വരുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന ദോഷം മാറുകയും ജീവിതം സന്തോഷകരമായി ആനന്ദത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഈ പുണർതം നക്ഷത്രം, നിങ്ങളിപ്പോൾ ഒരു പുണർതം നക്ഷത്രക്കാരനാണ്, നിങ്ങൾക്ക് ഏത് രാശിയിൽ ജനിച്ചതെന്ന് അറിയില്ല. അപ്പോൾ ആ രാശിയുടെ ഫലങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ്, ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കൂ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2025 മാർച്ച് 29 ശനി രാശി മാറുമ്പോൾ പൂയം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ശനിദോഷ ഫലങ്ങൾ എന്നെല്ലാമാണെന്ന് നോക്കാം. ശനി രാശി മാറുമ്പോൾ പൂയം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ 2.5 വർഷക്കാലം അനുഭവിച്ചു കൊണ്ടിരുന്ന ശനിദോഷം പൂർണ്ണമായും മാറുകയും തുടർന്ന് അവരുടെ ആരോഗ്യനില മെച്ചപ്പെടുകയും ജീവിതം സന്തോഷകരമായി മാറുകയും ആനന്ദത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾക്കുണ്ടായിരുന്ന ശനിദോഷം, അഷ്ടമ ശനിദോഷം മാറുകയാണ്. തുടർന്ന് നിങ്ങൾക്ക് ശനി ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. ശനിയെക്കൊണ്ട് ഗുണവും ദോഷവും ജീവിതത്തിൽ വരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണകരമായ അനുഭവം, പലരും പറയുന്നുണ്ട് ശനി മാറുമ്പോൾ രാജയോഗം, അത്രയ്ക്കുള്ള രാജയോഗമൊന്നും അങ്ങനെ വരില്ല. നിങ്ങൾക്കുണ്ടായിരുന്ന കഷ്ടപ്പാട് മാറി വരികയാണ്. ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുമ്പോൾ ശനി നമ്മുടെ ജാതകത്തിൽ ഏത് പൊസിഷനിൽ നിൽക്കുന്നതെന്ന് കൂടി നോക്കുക. ഇപ്പോൾ ജാതകത്തിൽ ശനി നീചത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഈ മാറ്റം കൊണ്ടൊരു ഗുണഫലം ഉണ്ടാകില്ല. എന്നാൽ ജാതകത്തിൽ ഉച്ചത്തിലാണ്, ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു മാറ്റം ഉണ്ടാകുന്നു. ഒരുപാട് ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നു. പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നു. ലോട്ടറി പോലുള്ള ചെറിയ രീതിയിലുള്ള ഭാഗ്യക്കുറികൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ ഇടയുണ്ടാകുന്നു. അങ്ങനെയുള്ള ഗുണകരമായ അനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. അപ്പോൾ നമ്മൾ പറയും പെട്ടെന്നാണ് ഇപ്പോൾ ശനിമാറ്റത്തെക്കുറിച്ച് പോസിറ്റീവായിട്ട് ഇത്രയും നല്ല രീതിയിൽ പറയുന്നു. അതങ്ങനെ തന്നെയാണ്. നമുക്ക് ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഗുണഫലങ്ങളും, എന്നാൽ സ്ഥാനം അഷ്ടമത്തിലോ മറ്റേതെങ്കിലും രാശിയിൽ നിൽക്കുമ്പോൾ ദോഷഫലങ്ങളുമാണ്. ഇപ്പോൾ പൂയം നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ശനിമാറ്റം മൂലം ഭാഗ്യമുണ്ടാകുന്ന ഒരു നക്ഷത്രത്തിൽ ഒന്നാണ് പൂയം നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ശനിദോഷം കൊണ്ട് അല്ലെങ്കിൽ ശനിയുടെ ദോഷഫലങ്ങളൊന്നും ബാധിക്കാത്തതിനാൽ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയം, ജാതകം സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അറിയണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. ആയില്യം നക്ഷത്രക്കാർക്ക് 2025 മാർച്ച് മാസം 29 ശനി രാശി മാറുമ്പോൾ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ 2.5 വർഷ കാലഘട്ടം അഷ്ടമ ശനിദോഷം അനുഭവിക്കുകയും ആരോഗ്യപരമായി പ്രശ്നങ്ങളുണ്ടാകുക, രോഗാവസ്ഥയിലായിരുന്നു, തുടർന്ന് പല പല തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനത്തെ ഒരു ജാതകമായിരുന്നു എന്നുണ്ടെങ്കിൽ അതിപ്പോൾ മാറുകയാണ്. ശനി മാറ്റം വരുമ്പോൾ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. കർമ്മരംഗത്ത് നേട്ടം വരുന്നു, വിദ്യാഭ്യാസ രംഗത്ത് നേട്ടം വരുന്നു, കലാരംഗത്ത് നേട്ടം വരുന്നു, കായിക രംഗത്ത് നേട്ടം വരുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ദോഷങ്ങളോ അപകടങ്ങളോ
രോഗങ്ങളോ ദുരിതങ്ങളോ ഒന്നും നിങ്ങളെ ബാധിക്കാതെ സന്തോഷപരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന 2.5 വർഷ കാലഘട്ടമായിരിക്കും. കഴിഞ്ഞ 2.5 വർഷ കാലഘട്ടം ആരോഗ്യപരമായി ബുദ്ധിമുട്ട് അനുഭവിച്ചു, ഹോസ്പിറ്റൽ വാസം ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം പൂർണ്ണമായി മാറുകയും ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കുകയും ജീവിതം സന്തോഷകരമായി മുന്നിൽ കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ശനിമാറ്റം ആയില്യ നക്ഷത്രക്കാർക്ക് ഒരുപാട് നേട്ടങ്ങളും അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു ദിവസം തന്നെയായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ജാതക സംബന്ധമായ സംശയങ്ങൾ ഫോണിലൂടെ അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. 2025 മാർച്ച് മാസം 29 തീയതി ശനി രാശി മാറുകയാണ്. ഈ മാറ്റത്തിൽ ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം നക്ഷത്രത്തിന് ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മകം നക്ഷത്രക്കാർക്ക് ഈ ശനിമാറ്റം മൂലം അഷ്ടമ ശനിദോഷം ബാധിക്കുകയാണ്. അഷ്ടമ ശനിദോഷം എന്ന് പറഞ്ഞാൽ മറ്റ് ശനിദോഷങ്ങളിൽ നിന്നും, ഏഴര ശനി, കണ്ടകശനി എന്നീ ദോഷങ്ങളിൽ നിന്നും ഏറ്റവും ദോഷകരമായതും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതുമായ നക്ഷത്രമായിരിക്കും മകം, പൂരം എന്നീ നക്ഷത്രങ്ങൾ. അതിനോടൊപ്പം ഉത്രം നക്ഷത്രമുണ്ട്. ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽ പാദം മാത്രമായിരിക്കും ശനിദോഷം വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് മകം, പൂരം ഈ നക്ഷത്രക്കാർക്കാണ്. അപ്പോൾ മകം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിക്ക് അഷ്ടമ ശനിദോഷമാണ് ഈ വരുന്ന 2.5 വർഷക്കാലം അനുഭവിക്കേണ്ടി വരുന്നത്. ഈ കാലയളവിൽ ആരോഗ്യപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. കൂടുതലുമായി ഉദര സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നടു സംബന്ധമായ പ്രശ്നങ്ങൾ, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ ഇവയെല്ലാം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന 2.5 വർഷ കാലഘട്ടമാണ്. കൈവയ്ക്കുന്ന മേഖലകളിലെല്ലാം പരാജയവും അപവാദങ്ങളും അപമാനങ്ങളും പരിഹാസങ്ങളും ഏറ്റ് മുന്നോട്ട് പോകേണ്ടി വരും. നമുക്ക് തന്നെ വളരെ സങ്കടം തോന്നുന്ന രീതിയിലായിരിക്കും ഈ നക്ഷത്രക്കാരുടെ ജീവിതം മുന്നിലേക്ക് പോകുന്നത്. എന്നാൽ ജാതകത്തിൻ്റെ ഇപ്പോഴത്തെ സമയവും കൂടി പരിശോധിച്ചാൽ ആ സമയം ഗുണകരമാണ് എന്നുണ്ടെങ്കിൽ ശനിദോഷത്തിൻ്റെ ഗുണഫലങ്ങൾ കൂടുകയും ദോഷഫലങ്ങൾ കുറയുകയും ചെയ്യും. എന്നാൽ ജാതകം പരിശോധിക്കുമ്പോൾ ശനി ഗ്രഹം നിൽക്കുന്ന സ്ഥാനം എവിടെയാണെന്ന് നോക്കുകയും ജാതകത്തിൻ്റെ ബലവും എല്ലാം പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ആ ഒരു ദോഷം നിങ്ങളെ ബാധിക്കുന്നില്ല. ഗുണപരമായ അനുഭവങ്ങൾ കൂടുതൽ വരുവാൻ വേണ്ടിയും നിങ്ങൾ ശനിദോഷം നിങ്ങളിൽ നിന്നും മാറുവാൻ വേണ്ടിയും അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക. അത് ഏറ്റവും കഠിനമായ ദോഷ കാലഘട്ടമാണ് അഷ്ടമ ശനിദോഷം. ഈ സമയത്ത് അയ്യപ്പ സ്വാമിയെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക, നീരാഞ്ജനം കഴിപ്പിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കഴിപ്പിക്കുക. എള്ളു പായസ വഴിപാട്, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് എള്ളു പായസ വഴിപാട്, നെയ്വിളക്ക്, നെയ്യഭിഷേകം ഇതെല്ലാം നടത്തി ഈശ്വരനാമ ജപത്തോടും ശനിയാഴ്ച ദിവസത്തെ വ്രതത്തോടും കൂടി നടന്നാൽ മകം നക്ഷത്രക്കാർക്ക് ശനിദോഷത്തിൽ നിന്നും ഒരു മാറ്റമുണ്ടാകും. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. തിരിച്ച് മെസ്സേജായി തന്നെ മറുപടി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പൂരം നക്ഷത്രക്കാർക്ക് 2025 ശനി മാറുമ്പോൾ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പൂരം നക്ഷത്രത്തിന് അഷ്ടമ ശനിദോഷമാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ശനിദോഷമൊന്നും ഇല്ലായിരുന്ന ഒരു നക്ഷത്രമായിരുന്നു പൂരം നക്ഷത്രം. മറ്റ് 2 ശനിദോഷങ്ങളെ പോലെ, അത് ഏഴര ശനി, കണ്ടക ശനിയെ പോലെ ഏറ്റവും കാഠിന്യമേറിയ ദോഷമാണ് അഷ്ടമ ശനിദോഷം. ഈ സമയത്ത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാകുന്നു, ഹോസ്പിറ്റൽ വാസം കാണുന്നുണ്ട്, ശരീരത്തിൽ സ്റ്റിച്ച് ഇടേണ്ടി വരിക, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സർജറിയോ അല്ലെങ്കിൽ മുറിവുകളോ അസ്ഥിക്ക് പൊട്ടലോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഭയങ്കരമായ നെഗറ്റീവായ അനുഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും വരണമെന്നല്ല പറയുന്നത്, എല്ലാ പൂര നക്ഷത്രക്കാർക്കും ഇങ്ങനെ വരുമെന്നല്ല. ജാതകത്തിൽ ബലം കുറഞ്ഞിരിക്കുകയും ദോഷ സമയം അനുഭവിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സമയം
ദോഷങ്ങൾ കൂടുതലായി ഭവിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഭാഗ്യസമയമാണ്, നല്ല സമയമാണ് എന്നുണ്ടെങ്കിൽ ഈ ദോഷങ്ങളൊന്നും വരുന്നില്ല. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ, എല്ലാ പൂരം നക്ഷത്രക്കാർക്കും അഷ്ടമ ശനിദോഷമല്ലേ? അവരുടെ ജാതകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അവരുടെ ജാതകത്തിൽ വ്യാഴവും ശനിയും ഒക്കെ ബലവാനാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല. എന്നാൽ ദോഷത്തിലാണ് നിൽക്കുന്നത്, ഇപ്പോൾ ദോഷസമയമാണെന്നുണ്ടെങ്കിൽ ദോഷം ഭവിക്കുകയും ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും. പലർക്കും ഈ രാശികൾ ഇപ്പോഴും കൃത്യമായി അറിയുന്നില്ല. പലരും സംശയങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു നക്ഷത്രം 2 രാശി നിൽക്കുമ്പോൾ ഏതാണ് എൻ്റെ നക്ഷത്രം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതും നല്ലതായിരിക്കും. നിങ്ങൾക്ക് ശനിദോഷത്തിനുള്ള പരിഹാരത്തിനായി അയ്യപ്പസ്വാമിയെ മുറുകെ പിടിക്കുക. വർഷങ്ങൾ തോറും നിങ്ങൾ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ വർഷം തോറും മലയ്ക്ക് പോകുന്നത് നല്ലതായിരിക്കും. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയ്ക്ക് പോകുമ്പോൾ, നിങ്ങൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും അല്ലെങ്കിൽ ബന്ധുക്കളാരും മലയ്ക്ക് പോകുമ്പോൾ നെയ്യ് നിറച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. നെയ്യ് നിറച്ചു കൊടുത്ത് ഭഗവാന്റെ പ്രീതി, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് നെയ്യ് നിറച്ചു കൊടുക്കുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് നീരാഞ്ജനം കഴിപ്പിക്കുകയും അയ്യപ്പന് നെയ്യ് വിളക്ക് കഴിപ്പിക്കുകയും നെയ്യ് അഭിഷേകം നടത്തുകയും അല്ലെങ്കിൽ തേനഭിഷേകം നടത്തുക, ഇതെല്ലാം ചെയ്യുന്നത് നല്ലതാണ്. ശനി ദോഷം മാറിക്കിട്ടും. ശനിയുടെ ദോഷം മാറുന്നതിന് ഭഗവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ വിജയിക്കുക തന്നെ ചെയ്യും. ഉത്രം നക്ഷത്രക്കാർക്ക് ശനിമാറ്റം മൂലമുണ്ടാകുന്ന ഫലങ്ങൾ, അല്ലെങ്കിൽ ഗുണഫലവും ദോഷഫലവും പരിഹാരവും എന്താണെന്ന് നോക്കാം. ഏറ്റവും രസകരമായ ഒരു നക്ഷത്രമാണ് ശനിമാറ്റത്തിൽ ഉത്രം നക്ഷത്രം. കാരണം ഉത്രം നക്ഷത്രം 2 രാശിയിലാണ് ഉള്ളത്. നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി, ആദ്യ കാൽപാദം ചിങ്ങൻ രാശിയിലും അവസാന മുക്കാൽ പാദം കന്നി രാശിയിലുമാണ്. എന്നാൽ ഉത്രം നക്ഷത്രത്തിൽ പെട്ട വ്യക്തികൾക്ക് ചിങ്ങൻ രാശിയിൽ ജനിച്ചാലും ദോഷം, കന്നി രാശിയിൽ ജനിച്ചാലും ദോഷം. ചിങ്ങൻ രാശിയിൽ ജനിച്ച ഉത്രം നക്ഷത്രക്കാർക്ക് അഷ്ടമശനി ദോഷവും, കന്നിരാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് കണ്ടകശനി ദോഷവുമാണ്. അപ്പോൾ ഇനി ഏത് രാശിയാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല, ഭഗവാന്റെ പാദത്തിൽ അങ്ങോട്ട് അഭയം പ്രാപിക്കുക, അതുമാത്രമേ ഉള്ളൂ. ചിങ്ങൻ രാശി ആയാലും ശരി, കന്നിരാശി ആയാലും ശരി, ശനിദോഷം ഉറപ്പാണ് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക്. അതാണ് ആദ്യമേ പറഞ്ഞത്, വളരെ രസകരമായ ദോഷങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം. ആദ്യ കാൽപാദത്തിലാണ് ജനിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായി നമ്മുടെ ജാതകം പരിശോധിക്കുക. നിങ്ങൾക്കത് കൃത്യമായിട്ട് അറിയുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഒരാളോട് ചോദിക്കുക എൻ്റെ രാശി ഏതാണെന്ന്. അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മറുപടി നൽകുകയെന്ന് ചെയ്യും. അപ്പോൾ ചിങ്ങൻ രാശിയിൽപ്പെട്ട നക്ഷത്രമായ ഉത്തര നക്ഷത്രത്തിന് നിങ്ങൾക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ട്, ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, സാമ്പത്തിക നഷ്ടം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും കൂടുതലും ബാധിക്കുന്നത്. എന്നാൽ കന്നിരാശിയിൽ ജനിച്ച ഉത്രം നക്ഷത്രക്കാർക്ക് കണ്ടകശനി ദോഷവും പ്രണയപരാജയവുമാണ് കാണുന്നത്. നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയാണോ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച, അതായത് കണ്ടക ശനിദോഷം ബാധിച്ച ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിക്ക് പ്രണയപരാജയം കാണുന്നുണ്ട്. പ്രണയ സംബന്ധമായിട്ട് ഒരു പരാജയം നമുക്ക് അത് സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. ചിലപ്പോൾ ഒരു 6-7 വർഷം ആത്മാർത്ഥത പ്രണയിച്ച വ്യക്തികളായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നും അത് ഭയങ്കര വിഷമമായി പോയി, ഇനി നമുക്കിനി ഒരു ജീവിതമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുമ്പോഴായിരിക്കും പിന്നെ മനസ്സിലാവുന്നത് ദോഷം സംഭവിച്ചത് ഭാവിയിലേക്കുള്ള നേട്ടത്തിനായിരുന്നു എന്ന്. അതുകൊണ്ട് ഏത് രാശിയിൽ ജനിച്ചാലും ദോഷങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതം തന്നെയായിരിക്കും. ഇപ്പോൾ ശനിദോഷം നിങ്ങൾക്ക് ബാധിച്ചു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുക്കുക. വ്രതമെടുത്ത് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയുകയും ശുഭകരമായി കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് അനുഭവിക്കുകയും ചെയ്യും.
നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി കിട്ടാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ശനിദോഷം തന്നെയാണ്. ചിങ്ങൻ രാശിയായാലും കന്നിരാശിയായാലും ശനിദോഷം അനുഭവിക്കുന്നത്. നിങ്ങൾ അയ്യപ്പസ്വാമിയെ മാർത്തിട്ട് പ്രാർത്ഥിച്ച് നീരാഞ്ജനെല്ലാം കഴിപ്പിച്ച് മുന്നോട്ട് പോയാൽ ഈ ദോഷത്തിൽ നിന്നും ഏറെക്കുറെ മാറ്റമുണ്ടാകുക തന്നെ ചെയ്യും. ശനിമാറ്റത്തിൽ അത്തം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അത്തം നക്ഷത്രക്കാർക്ക് ശനി മാർച്ച് 29 രാശി മാറുമ്പോൾ കണ്ടക ശനിദോഷമാണ് ഫലം. കണ്ടക ശനിദോഷം അനുഭവിക്കുന്ന നക്ഷത്രക്കാരാണ് അത്തം നക്ഷത്രക്കാർ. നിങ്ങൾക്ക് കുടുംബപരമായി വിവാഹപരമായിട്ടുള്ള ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ, അകന്നു നിൽക്കേണ്ട അവസ്ഥ, എന്നും അഭിപ്രായ വ്യത്യാസം, വഴക്ക് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു നക്ഷത്രമാണ്. ഇനി വരുന്ന 2.5 വർഷ കാലഘട്ടം കുടുംബത്തിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും, പറഞ്ഞാൽ അത് കൃത്യമായി ചെയ്യാത്തൊരവസ്ഥ, പരസ്പരം അങ്ങോട്ട് ബഹുമാനമില്ലാത്തൊരവസ്ഥ, ഇതെല്ലാം കാണുന്നുണ്ട്. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആത്മാർത്ഥമായി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. നിങ്ങളുടെ ദോഷങ്ങൾ അത് മാറുന്നതിനും ഗുണങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും വേണ്ടി അയ്യപ്പസ്വാമി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ ശനിദോഷത്തിന് ശ്രീ ധർമ്മശാസ്ത്ര സന്നിധിയിൽ അഭയം പ്രാപിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടി മുന്നോട്ട് പോയാൽ ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ ഏറെക്കുറെ മാറി കിട്ടുക തന്നെ ചെയ്യും. 2025 ശനി രാശി മാറുന്നു. ഈ ശനിമാറ്റത്തിൽ ചിത്ര നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് 2 കാര്യമാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയിലാണ് നിങ്ങൾ ജനിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടക ശനിദോഷമാണ്. എന്നാൽ തുലാം രാശിയിൽ ജനിച്ച ചിത്ര നക്ഷത്രമാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശനിദോഷം ഇല്ല. അതുകൊണ്ട് ആദ്യം വ്യക്തമായി മനസ്സിലാക്കുക, ഞാൻ ചിത്ര നക്ഷത്രക്കാരനാണെന്നുണ്ടെങ്കിൽ ഞാൻ കന്നിരാശിയാണോ തുലാം രാശിയാണോ എന്ന് മനസ്സിലാക്കുക. ഈ രാശിയുടെ അടിസ്ഥാനം, അതായത് കന്നിരാശിയാണെങ്കിൽ മാത്രമേ കണ്ടക ശനിദോഷം നമുക്ക് ബാധിക്കുകയുള്ളൂ. തുലാം രാശിയാണെന്നുണ്ടെങ്കിൽ ശനിദോഷം നമ്മളെ ബാധിക്കുന്നില്ല. നമുക്ക് സന്തോഷകരമായി മുന്നോട്ട് പോകാം തുലാം രാശിക്കാർക്ക്. എന്നാൽ കന്നിരാശിക്കാർക്ക് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസം, വിവാഹ തടസ്സങ്ങളാണ് ഏറെ കൂടുതലുമായി കാണാൻ സാധിക്കുന്നത്. വിവാഹ തടസ്സങ്ങൾ ഇങ്ങനെ, അതായത് വിവാഹം ആലോചിച്ചിട്ട് നമുക്ക് ഇതുവരെ ഒരു ആലോചനയും വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നല്ല രീതിയിൽ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. വിവാഹം നടക്കുന്നതിനുള്ള തടസ്സങ്ങൾ, അല്ലെങ്കിൽ പ്രണയപരാജയം, അല്ലെങ്കിൽ പ്രേമപരാജയം എന്നിങ്ങനെയുള്ള ഒരുപാട് ദോഷങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ നിങ്ങൾ തുലാം രാശിയിലാണ് ജനിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും ബഹുമാനങ്ങളും ഏറി മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ. ശനി 2025 മാർച്ച് 29 രാശി മാറുമ്പോൾ ചോതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ചോതി നക്ഷത്രക്കാർക്ക് ശനിദോഷം കഠിനമായി ബാധിക്കുന്നില്ല. അപ്പോൾ ഈ ശനിമാറ്റത്തിൽ ഏറെ കൂടുതലായി ആശ്വാസം നൽകുന്നത് ചോതി നക്ഷത്രക്കാർക്കാണ്. കഠിനമായ ശനിദോഷങ്ങളൊന്നുമില്ല.
നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും കഴിഞ്ഞ വർഷങ്ങളിൽ നിലനിന്നിരുന്നത് പോലെ ഈ വർഷങ്ങളിലും നിലനിർത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിച്ച് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ദോഷമില്ലെങ്കിൽ പോലും ശനിയാഴ്ച ദിവസങ്ങളിൽ പോയി ഭഗവാന്റെ നെയ്വിളക്കോ അല്ലെങ്കിൽ നീരാഞ്ജനമോ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു വഴിപാടോ ഒക്കെ അർപ്പിച്ചു കഴിഞ്ഞാൽ ശ്രീ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എന്നും ഉണ്ടായിരിക്കുകയും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും. ചോതി നക്ഷത്രക്കാർക്ക് ഏറെക്കുറെ സന്തോഷിക്കുവാൻ പറ്റുന്ന ഒരു വർഷം തന്നെയാണ് ഇനി വരുന്ന 2.5 വർഷ കാലഘട്ടം. ശനിദോഷം നിങ്ങൾക്ക് അധികമായി ബാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായി എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുലാം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന വിശാഖം നക്ഷത്രക്കാർക്കും വൃശ്ചികൻ രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന വിശാഖം നക്ഷത്രക്കാർക്കും ശനിദോഷം ഭവിക്കുന്നില്ല. ശനിദോഷം ഇല്ലാത്ത രാശികളാണ് 2 രാശികൾ, തുലാം രാശിയും വൃശ്ചികൻ രാശിയും. അതുകൊണ്ട് ഈ 2 രാശിയിലും ജനിക്കുന്ന വിശാഖം നക്ഷത്രക്കാർക്ക്, അതായത് വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യ 1/4 പാദം തുലാം രാശിയിലും അവസാനത്തെ 1/4 പാദം വൃശ്ചികൻ രാശിയിലുമാണ്. ഈ 2 രാശിക്കാർക്കും ശനിദോഷമൊന്നും ഭവിക്കാത്തതിനാൽ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മുൻകാലങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളും മാറുകയും തുടർന്ന് സന്തോഷകരമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന 2.5 വർഷ കാലഘട്ടമായിരിക്കും വിശാഖം നക്ഷത്രക്കാർക്ക്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ. ശനിമാറ്റം 2025 മാർച്ച് മാസം 29-ാം തീയതിയോടുകൂടി ശനി രാശി മാറുകയാണ്. ഈ രാശിമാറ്റത്തിൽ അനിഴം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ദോഷഫലങ്ങളും ഗുണഫലങ്ങളും പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ശനി തൻ്റെ 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ശനി 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ദോഷങ്ങളൊന്നും അധികം ഭവിക്കുന്നില്ല. നിങ്ങൾക്ക് മുൻ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ ചെറിയ രീതിയിലുള്ള ശനിദോഷം ഭവിക്കുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തിരുന്നവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു സമയം തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള 2.5 വർഷ കാലഘട്ടം. എന്നിരുന്നാലും നിങ്ങൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശനീശ്വരദേവനെയോ അയ്യപ്പനെയോ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നേട്ടങ്ങളും അതുപോലെ ഭാഗ്യങ്ങളും വന്നു ചേരും. പലരും പറയാറുണ്ട് ശനിമാറ്റ സമയത്ത് രാജയോഗവും ഭാഗ്യങ്ങളും അനുഭവിക്കുന്ന നക്ഷത്രങ്ങളെന്ന്. വലിയ രീതിയിൽ അങ്ങനെ രാജയോഗങ്ങളൊന്നും വരില്ല. എന്നാൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്നും നമുക്കൊരു മാറ്റമുണ്ടാകും. ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചായിരിക്കും നിങ്ങൾ കഴിഞ്ഞ 2.5 വർഷ കാലഘട്ടം ഇവിടം വരെ എത്തിയത്. എന്നാൽ ഇനിയുള്ള അങ്ങോട്ടുള്ള 2.5 വർഷ കാലഘട്ടം ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉണ്ടാകുകയും വിജയമുണ്ടാകുകയും നേട്ടമുണ്ടാകുകയും എല്ലാം ചെയ്യുന്ന ഒരു വർഷ കാലഘട്ടമായിരിക്കും ഇനിയുള്ളത്. അപ്പോൾ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ അനുഭവിച്ചായിരിക്കും നിങ്ങൾ ഈ ഒരു ശനിദോഷത്തിൽ നിന്നും നീന്തി കരകയറി സന്തോഷകരമായ ഒരു 2.5 വർഷ കാലഘട്ടത്തിലോട്ട് കടക്കുവാൻ പോകുന്നത്. തൃക്കേട്ട നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിക്ക് കഴിഞ്ഞ വർഷത്തിലുണ്ടായിരുന്ന ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയുകയും ദോഷങ്ങൾ മാറുകയും ചെയ്യുന്ന 2.5 വർഷമായിരിക്കും. കുടുംബജീവിതത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മാറ്റിവയ്ക്കുവാനും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ ശനിമാറ്റം നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും.
കൂടാതെ ഈ ഒരു കാലഘട്ടങ്ങളിൽ കടബാധ്യത, കുടുംബത്തിന് വേണ്ടി ബാധ്യത നിങ്ങൾ വരുത്തി വെച്ച വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ആ കടങ്ങളെല്ലാം തീർക്കുവാനും നിങ്ങൾക്ക് മനസ്സമാധാനം, അതായത് സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുവാനും സാധിക്കുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഈ കാലഘട്ടങ്ങൾ സാധിക്കും. നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. ജാതകത്തിൽ ഇപ്പോൾ വളരെ നല്ല സമയമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം സ്വന്തമാക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ യാത്രകൾ ഒരുപാട് ചെയ്യുവാൻ സാധിക്കുന്ന വർഷമായിരിക്കും ഇനി വരുന്നത്. യാത്രയിലൂടെ വിജയങ്ങളും നേട്ടങ്ങളും അംഗീകാരങ്ങളും എല്ലാം ലഭിക്കുന്ന ഒരു 2.5 വർഷ കാലഘട്ടമായിരിക്കും. 2025 മാർച്ച് മാസം 29-ാം തീയതി ശനി രാശി മാറുമ്പോൾ മൂലം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പരിഹാരം എന്താണെന്ന് നോക്കാം. ഈ നക്ഷത്രക്കാർക്ക് ഇനി വരുന്ന 2.5 വർഷ കാലഘട്ടം കണ്ടക ശനി ദോഷമാണ്. കണ്ടക ശനി ദോഷം എന്ന് പറയുമ്പോൾ ശനി നിൽക്കുന്നത് ജന്മരാശിയുടെ 4ാമത്തെ രാശിയിലാണ്. അങ്ങനെ വരുമ്പോൾ മൂലം നക്ഷത്രക്കാർക്ക് ഗ്രഹസംബന്ധമായ ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നു. അതായത് വീട്ടിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, വീടിന് വേണ്ടി ധനം ചിലവാക്കുന്ന ഒരവസ്ഥ, വീട്ടു സാധനങ്ങൾ കേടുവരുന്നു, നമ്മൾ വീണ്ടും വാങ്ങിക്കുന്നു, ചിലവുകൾ വർദ്ധിക്കുന്നു, വീട്ടിനുള്ളിൽ മനസ്സമാധാനമില്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ, സന്തോഷമില്ല. നിങ്ങൾ വീട് വയ്ക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അതിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നു, വീട് മാറേണ്ട അവസ്ഥ എന്നിങ്ങനെയുള്ള ചെറിയ രീതിയിൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് ദോഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കണ്ടകശനി ദോഷത്തിൽ 4ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ ഇതുപോലുള്ള ഗ്രഹസംബന്ധമായിട്ടുള്ള ദോഷം വീട്ടിനുള്ളിൽ സന്തോഷകരമായി കഴിഞ്ഞുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്നും വീണ്ടും മാറി അഭിപ്രായ വ്യത്യാസത്തിലോട്ട് പോകുന്നു. രോഗാവസ്ഥ, വീട്ടിൽ സുഖമില്ലാത്ത ആരെങ്കിലും വ്യക്തികളുണ്ട്, വയസ്സായ വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അസുഖം കൂടുന്നൊരവസ്ഥ, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഈ നക്ഷത്രക്കാർ, മൂലനക്ഷത്രക്കാർ ഈ ദോഷം ബാധിക്കുന്നതിനാൽ അയ്യപ്പസ്വാമിയെ അഭയം പ്രാപിക്കുക. ശനീശ്വര ദേവനായ അയ്യപ്പസ്വാമിയെ ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കുക, പൂജിക്കുക, സ്വാമിയുടെ നാമങ്ങൾ ജപിക്കുക. ശനിയാഴ്ച ദിവസം വ്രതമെടുത്ത് ശാസ്താക്ഷേത്രത്തിലോ അയ്യപ്പ ക്ഷേത്രത്തിലോ ശനീശ്വര ക്ഷേത്രത്തിലോ ദർശനം നടത്തി പ്രാർത്ഥനയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ശനിദോഷത്തിൽ നിന്നും ഏറെക്കുറെ മാറ്റങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ശനിമാറ്റം 2025 പൂരാടം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ശനി 2025 മാർച്ച് മാസം 29-ാം തീയതി രാശി മാറുമ്പോൾ പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് കണ്ടക ശനിദോഷമാണ് ബാധിക്കുന്നത്. വരുന്ന 2.5 വർഷ കാലഘട്ടം കണ്ടക ശനിദോഷം നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. ശനി ജന്മത്തിൻ്റെ 4ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ഗ്രഹസംബന്ധമായി ജോലി ചെയ്യുന്ന വ്യക്തികൾ, അത് കെട്ടിട പണിക്കാർ അല്ലെങ്കിൽ ഒരു എൻജിനീയേഴ്സ്, ഇങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു, പണിയില്ലാത്തൊരവസ്ഥ വരുന്നു, വരുമാനം കുറഞ്ഞു വരുന്നു, വീട്ടിനുള്ളിൽ പ്രശ്നങ്ങളിൽ നിന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം വർദ്ധിച്ചു കൊണ്ടുവരുന്നൊരവസ്ഥ. നിങ്ങളൊരു വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വീട് വയ്ക്കാൻ പറ്റാതെ മുടങ്ങുന്നൊരവസ്ഥ, വസ്തു വാങ്ങാൻ നോക്കുകയാണെങ്കിൽ അതിനെ വാങ്ങാൻ പറ്റാത്ത അവസ്ഥ, കയ്യിലുള്ള വസ്തു വിറ്റ് കടങ്ങളെല്ലാം തീർക്കാമെന്ന് കരുതി ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വസ്തു കച്ചവടമാവാത്ത അവസ്ഥ, വസ്തു വെച്ച് ലോൺ എടുത്തവർക്ക് ലോൺ അടയ്ക്കുവാൻ പറ്റാതെ വളരെ സങ്കടപരമായ ബുദ്ധിമുട്ടിലെത്തുന്നൊരവസ്ഥ, ഇതെല്ലാം കണ്ടകശനി ദോഷ സമയത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ദോഷങ്ങളാണ്. അപ്പോൾ ഈ ദോഷങ്ങളെല്ലാം മാറുവാൻ വേണ്ടി ശനീശ്വര ദേവനായ ശ്രീ ധർമ്മശാസ്താവിനെയോ അയ്യപ്പനെയോ അഭയം പ്രാപിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, അവൻ്റെ നാമങ്ങൾ ജപിക്കുക. ശനിയാഴ്ച ദിവസം
ഭഗവാന് നീരാഞ്ജനം കഴിപ്പിക്കുക, നെയ്വിളക്ക് കഴിപ്പിക്കുക, ശർക്കര പായസ വഴിപാട് നടത്തുക, എള്ള് പായസ വഴിപാട് നടത്തുക, നെയ്യ് അഭിഷേകം നടത്തുക. ഇങ്ങനെയൊക്കെ നടത്തിപ്പോയാൽ അവൻ്റെ അനുഗ്രഹത്തോടു കൂടി ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയുകയും ഭാഗ്യങ്ങൾ കൂടുകയും ചെയ്യും. 2025 മാർച്ച് മാസം 29-ാം തീയതി ശനി രാശി മാറുമ്പോൾ ഉത്രാടം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വളരെ ശ്രദ്ധയോടുകൂടി വീഡിയോ പൂർണ്ണമായും കാണുക. കാരണം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽപാദം ധനുരാശിയിലും അന്ത്യമുക്കാൽപാദം മകരം രാശിയിലുമാണ്. അപ്പോൾ ധനുരാശിക്കാർക്ക്, ധനുരാശിയിൽ ജനിച്ച ഉത്രാടം നക്ഷത്രക്കാർക്ക് കണ്ടകശനിയും, മകരം രാശിയിൽ ജനിച്ച ഉത്രാടക്കാർക്ക് ശനിദോഷം ഇല്ല. വ്യക്തമായി മനസ്സിലാക്കുക. ഉത്രാട നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ശനിദോഷമില്ല. ഉത്രാടം നക്ഷത്രം അവസാനത്തെ മുക്കാൽപാദം ശനിദോഷമില്ല. എന്നാൽ ആദ്യ കാൽപാദം മാത്രമാണ് ശനിദോഷമുള്ളത്. അതുകൊണ്ട് ഉത്രാട നക്ഷത്രക്കാർ എല്ലാവരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ശനിദോഷത്തിൽ നിന്നും ഒരു മാറ്റം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ശനിദോഷം അനുഭവിക്കുന്നത് ധനുരാശിയിൽപ്പെട്ട ഉത്രാടം നക്ഷത്രക്കാരാണ്. മകരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനിദോഷം വരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഗ്രഹസംബന്ധമായിട്ടും വസ്തു സംബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ചെലവുകൾ വീട്ടിൽ വരുന്നു, ധനനഷ്ടങ്ങൾ ഉണ്ടാകുന്നു, വീട്ടാവശ്യത്തിനുള്ള അതായത് ഇലക്ട്രിക് സാധനങ്ങൾ പെട്ടെന്ന് തന്നെ കേടാകുന്നു, നിങ്ങളത് വാങ്ങിച്ചു വയ്ക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം ധനുരാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് വരുന്നതായിരിക്കും. മകരം രാശിയിൽ വരുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് ഇങ്ങനത്തെ ദോഷങ്ങൾ വരുന്നില്ല. ജീവിതം സന്തോഷകരമായി കൊണ്ടുപോകാൻ സാധിക്കും. വലിയ രാജയോഗമൊന്നും ഉണ്ടാകും എന്ന് പറയുന്നില്ല, പക്ഷേ തടസ്സങ്ങളില്ലാതെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഏറെക്കുറെ സന്തോഷിക്കാം. ഉത്രാട നക്ഷത്രക്കാർക്ക് ആദ്യപാദത്തിലുള്ളവർക്ക് മാത്രമേ ശനിദോഷമുള്ളൂ. എന്നിരുന്നാലും ഭഗവാന് ക്ഷേത്ര ദർശനം നടത്തുകയും ശനിയാഴ്ച ദിവസം നീരാഞ്ജനം കഴിപ്പിക്കുക, നെയ്വിളക്ക് കഴിപ്പിക്കുക, പക്കന്നാൾ ഒരുമ്പോൾ എള്ളുപായസ വഴിപാട് നടത്തുക, ഭഗവാന് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ ഒരുപാട് മാറ്റങ്ങൾ, നേട്ടങ്ങൾ, അംഗീകാരങ്ങൾ നമ്മളെ തേടി വരിക തന്നെ ചെയ്യും. നമസ്കാരം. ശനിമാറ്റം. തിരുവോണ നക്ഷത്രക്കാർക്ക് ശനിമാറ്റം മൂലമുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. തിരുവോണ നക്ഷത്രക്കാർക്ക് ശനി 2025 മാർച്ച് മാസം 29-ാം തീയതി രാശി മാറുമ്പോൾ ജന്മത്തിൻ്റെ 3-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് തന്നെ നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ഒരു നക്ഷത്രമാണ്. കാരണം കഴിഞ്ഞ 7.5 വർഷമായി ദോഷം അനുഭവിച്ചുകൊണ്ടിരുന്ന നക്ഷത്രമാണ്. കഴിഞ്ഞ 7.5 വർഷം കൊണ്ട് 7.5 ശനി ദോഷം അനുഭവിച്ച് വന്ന നക്ഷത്രമായിരുന്നു തിരുവോണം നക്ഷത്രം. എന്നാൽ അതിൽ നിന്നും ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. 7.5 വർഷക്കാലം അനുഭവിച്ചിരുന്ന ശനിദോഷത്തിന് മാറ്റം വരികയും ജീവിതത്തിൽ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. എന്നിരുന്നാലും ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കഴിപ്പിക്കുകയോ ഭഗവാന് പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയോ ചെയ്യുന്നത് ഏറെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിതം വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ ഭഗവാന്റെ അനുഗ്രഹം എന്നും കൂടെ തന്നെ ഉണ്ടായിരിക്കും. നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഒരുപാട് ഭാഗ്യങ്ങൾ എന്ന് ചേരുന്നുണ്ടെങ്കിൽ വസ്ത്രഭാഗ്യവും ആഭരണ ഭാഗ്യവും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കിട്ടുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. കൂടാതെ
നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം ജീവിതത്തിൽ വരികയാണെങ്കിൽ അയ്യപ്പനെയോ അല്ലെങ്കിൽ ശാസ്താവിനെയോ ശനീശ്വരദേവനെയോ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നീരാഞ്ജനം നെയ്വിളക്കെല്ലാം കഴിപ്പിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്ത് സംശയങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ശനിമാറ്റം. അവിട്ടം നക്ഷത്രക്കാർക്ക് ശനിമാറ്റം മൂലം ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാണെന്ന് നോക്കാം. ഗുണവും ദോഷവും ഒരുപോലെ വരുന്ന നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം. എല്ലാവർക്കുമല്ല. അവിട്ടം നക്ഷത്രം ആദ്യ പകുതിയിൽ ജനിച്ചവർക്ക് ഗുണഫലവും അവസാനത്തെ പകുതിയിൽ ജനിച്ചവർക്ക് ദോഷഫലവുമാണ്. അതായത് മകരൻ രാശിയിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാർക്ക് ശനിദോഷം ഇല്ല. എന്നാൽ കുംഭം രാശിയിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാർക്ക് ശനിദോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ കുംഭൻ രാശിയിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം കൂടി 7.5 ശനിദോഷം അനുഭവിക്കേണ്ടി വരും. ജന്മത്തിൻ്റെ 2ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നു എന്നത്. 2ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോഴും നമുക്ക് സാമ്പത്തികമായ തടസ്സങ്ങളാണ് കൂടുതലും ബാധിക്കുന്നത്. കൂടാതെ വസ്തു സംബന്ധമായി നമ്മൾ ലോണോ അല്ലെങ്കിൽ ആ വസ്തു കടമോ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത കൂടുതലായി കാണുന്നു. കുടുംബസ്വത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. കുടുംബസ്വത്തിൽ നിന്നുള്ള ആദായം നിലയ്ക്കുവാനുള്ള സാധ്യത കാണുന്നു. അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ ഈ സമയത്ത് നിങ്ങളെ തേടിയെത്തും. അതുകൊണ്ട് പ്രാർത്ഥനയും ഈശ്വര വിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങൾ ഭഗവാനെ ആത്മാർത്ഥമായി വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുക തന്നെ ചെയ്യും. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക്, അതായത് പലർക്കും അറിയില്ല ഏത് രാശിയിലാണ് തൻ്റെ നക്ഷത്രമെന്ന്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചതയം നക്ഷത്രക്കാർക്ക് ശനി മാറുമ്പോൾ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ചതയം നക്ഷത്രക്കാർക്ക് ശനിമാറ്റം മൂലം നിങ്ങളുടെ കുടുംബ സ്വത്ത് കൈവിട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം 7.5 ശനിദോഷമാണ് ബാധിച്ചിരിക്കുന്നത്. 7.5 ശനി എന്ന് പറയുമ്പോൾ ശനി 2ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ നേടിയെടുത്ത പിതൃസ്വത്ത് നഷ്ടമായി പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്ന നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാർക്ക്. ഇനി വരുന്ന 2.5 വർഷ കാലഘട്ടം 7.5 ശനിദോഷമാണ്. 7.5 ശനിദോഷം മാറുന്നതിന് വേണ്ടി അയ്യപ്പസ്വാമിയെ മുറുകെ പിടിക്കുക, അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ആരാധിക്കുക. നമുക്ക് സംസാരം മൂലം പ്രശ്നങ്ങൾ വന്നു ചേരുന്ന 2.5 വർഷ കാലഘട്ടമായിരിക്കും ഇനി വരുന്നത്. ചതയം നക്ഷത്രക്കാർ ആത്മാർത്ഥമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിത വിജയമുണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ സംസാരം മൂലം പ്രശ്നങ്ങളുണ്ടാകുന്നു. നിങ്ങൾ വളരെ കാലമായി നിക്ഷേപിക്കുക, അത് സേവ് ചെയ്ത് വെച്ച ധനം ചിലവാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചിലവിൻ്റെ കാര്യമെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി നിയന്ത്രിച്ച് മുന്നോട്ട് പോകുക. ഇല്ലാത്ത പക്ഷം അവിടെയും നഷ്ടം വരാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ, അതായത് പല കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതിന് പകരം എടുത്തു ചാടി പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്ന നക്ഷത്രമാണ് ചതയം നക്ഷത്രം. 2.5 വർഷ കാലഘട്ടം ഒരുപാട് ദോഷങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഈ ദോഷങ്ങൾ മാറുന്നതിന് അയ്യപ്പസ്വാമിയെ മുറുകെ പിടിക്കുക, അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, സ്വാമിക്ക് നീരാഞ്ജനം കഴിപ്പിക്കുക, പായസ വഴിപാട് നടത്തുക, എള്ള് പായസ വഴിപാട് നടത്തുക, എന്നിങ്ങനെയെല്ലാം നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ദോഷങ്ങൾ മാറുക തന്നെ ചെയ്യും. 2025 മാർച്ച് മാസം 29 ശനി മാറുമ്പോൾ പുരുട്ടാതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ 3/4 പാദം കുംഭൻ രാശിയിലും അവസാന കാൽപാദം മീനം രാശിയിലുമാണ്.
എന്നാൽ ഈ രണ്ട് രാശിയിൽ ജനിച്ച വ്യക്തികൾക്കും ശനിദോഷം തന്നെയാണ്, 7.5 ശനിദോഷം തന്നെയാണ് വരുന്ന 2.5 വർഷക്കാലം അനുഭവിക്കുന്നത്. കുംഭൻ രാശിയിൽ ജനിച്ച പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഒരു 2.5 വർഷത്തോടു കൂടി ശനിദോഷം മാറുന്നു എന്നുണ്ടെങ്കിൽ, മീനൻ രാശിയിൽ ജനിച്ച പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 5 വർഷക്കാലം വീണ്ടും ശനിദോഷം അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ കുംഭൻ രാശിയിൽ ജനിച്ച പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പ്രശ്നം വളരെ ശക്തമായി ഉയർന്നു വരികയും തനിക്ക് ലഭിക്കും എന്ന് പറഞ്ഞ് താൻ കരുതിയിരുന്ന ധനം, കുടുംബസ്വത്ത്, കുടുംബാദായം ഇതെല്ലാം നഷ്ടമാകുകയും സംസാരം മൂലം പ്രശ്നങ്ങളുണ്ടാകുകയും എല്ലാം ചെയ്യുന്നൊരു 2.5 വർഷ കാലഘട്ടമായിരിക്കും. എന്നാൽ മീനം രാശിയിൽ ജനിച്ച വ്യക്തിക്കാണെങ്കിലും, മീനം രാശിയിൽ ജനിച്ച പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കാണെങ്കിൽ തടസ്സങ്ങളും പ്രയാസങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഇതെല്ലാം വരെയും കൂടുതലായിട്ട് വരുന്നത്. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ 3/4 പാദവും കുംഭൻ രാശിയിലാണുള്ളത്. അപ്പോൾ ഏറെക്കുറെ ആൾക്കാർക്ക്, പൂരുരുട്ടാതിയിൽ ജനിച്ച ഏറെക്കുറെ വ്യക്തികൾ കുംഭൻ രാശിയിലായിരിക്കും ജനിച്ചത്. ഇവർക്ക് നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും നേടുവാൻ വേണ്ടി നിങ്ങൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക, അയ്യപ്പസ്വാമിയെ പൂജിക്കുക, സ്വാമിയുടെ നാമം ജപിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ശനിയാഴ്ച ദിവസം വ്രതമെടുത്ത് ക്ഷേത്രദർശനം നടത്തുന്നത് നല്ലതായിരിക്കും. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 7.5 ശനിദോഷം തന്നെയാണ്. പിന്നെ പരിഹാരം കാണുന്നതിനോടൊപ്പം തന്നെ ജാതകം കൃത്യമായി പരിശോധിക്കുക. ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ ദോഷങ്ങൾ ഫലിക്കുകയില്ല, മോശ സമയമാണെന്നുണ്ടെങ്കിൽ ഒരു നന്മയും വരാതെ ദോഷങ്ങൾ മാത്രമായിരിക്കും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾ ഫോണിലൂടെ അറിയുന്നതിന് വേണ്ടി വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശനിമാറ്റം 2025. ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 7.5 ശനിദോഷമാണ്. ശനി തൻ്റെ ജന്മരാശിയിലാണ് നിൽക്കുന്നത്. നമ്മളിറങ്ങുന്ന എല്ലാ മേഖലയിലും തടസ്സങ്ങൾ, ഏത് കാര്യത്തിനിറങ്ങിയാലും അത് പരാജയപ്പെടുന്നു. സെക്കൻഡ് ടൈംസിലോ അല്ലെങ്കിൽ വിജയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോ പോയായിരിക്കും പോയി നിൽക്കുന്നത്. ചിലപ്പോൾ 2ാമത്തെ പ്രാവശ്യം വിജയിക്കുന്നു, ചിലപ്പോൾ അതിലും വിജയിക്കാത്തൊരവസ്ഥയെത്തുന്നു. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കുണ്ടാവുന്ന ശനിദോഷം കൂടുതലും ബാധിക്കുന്നത് നിങ്ങളുടെ കർമ്മരംഗം, വിദ്യാഭ്യാസ രംഗം, നിങ്ങളുടെ സുഖകരമായ നിങ്ങളുടെ സന്തോഷം, കുടുംബജീവിതം ഇതെല്ലായിടവും നല്ല രീതിയിൽ ബാധിക്കുകയാണ്. പലരും പുതിയൊരു ജോലിക്ക് വേണ്ടി ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നു, വിദേശത്ത് പോകാൻ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നു. ഇതെല്ലാം പരാജയം വരുന്ന സാധ്യത കൂടുതലാണ്. അപ്പോൾ ഉത്രട്ടാതിയിൽ ജനിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും പരാജയം വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു പരാജയം ഉറപ്പായും നിങ്ങൾക്ക് വരും എന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഇതിന് പരിഹാരം എന്ന വണ്ണം അയ്യപ്പസ്വാമിയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, പൂജിക്കുക, സ്വാമിക്ക് ക്ഷേത്ര ദർശനം നടത്തുക, ശനിയാഴ്ച ദിവസം വ്രതമെടുക്കുക, നീരാഞ്ജനം കഴിപ്പിക്കുക, നെയ്വിളക്ക് കഴിപ്പിക്കുക, നെയ്യഭിഷേകം നടത്തുക, എള്ളുപായസ വഴിപാട് നടത്തുക, അരവണപ്പായസ വഴിപാട് നടത്തുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. ഈശ്വരനാമ ജപത്തോട് കൂടി ജീവിതം 2.5 വർഷ കാലഘട്ടം മുന്നോട്ട് പോയാൽ ശനിദോഷം കുറയുകയും ഐശ്വര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും. അല്ലാത്ത പക്ഷം എന്തിട്ട് കാര്യത്തിലിറങ്ങിയാലും തടസ്സങ്ങൾ മാത്രമായിരിക്കും കൂടുതലായി നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമായി ഈശ്വര പ്രാർത്ഥനയോടുകൂടി നാമജപത്തോടുകൂടി വർഷങ്ങൾ തോറും ശബരിമല ദർശനമെല്ലാം നടത്തുകയും, സ്ത്രീകൾക്ക് പോകാൻ പറ്റാത്തവർ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പോകുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നെയ്യ് നിറച്ചു കൊടുത്തുവിടെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശനിദോഷം ഏറെക്കുറെ മാറ്റം ഉണ്ടാവും. ഐശ്വര്യപൂർണ്ണമായ ജീവിതം മുന്നിലോട്ട് നയിക്കുവാൻ വേണ്ടി നിങ്ങൾ അയ്യപ്പസ്വാമി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ നക്ഷത്രക്കാർക്ക് ഇനി വരുന്ന 5 വർഷമാണ് ശനിദോഷം അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് 5 വർഷ കാലഘട്ടം ഭഗവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. രേവതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ശനി രേവതി നക്ഷത്രത്തിൻ്റെ ജന്മരാശിയിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ, പരാജയങ്ങൾ, വിജയമില്ലാത്ത അവസ്ഥ, സാമ്പത്തിക നഷ്ടം, മനക്ലേശം, വിവാഹ തടസ്സം, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, ബിസിനസ്സിൽ പരാജയം എന്നിവയെല്ലാം വരാൻ സാധ്യത കൂടുതലാണ്. 2025 മാർച്ച് 29 തീയതിയോടുകൂടി ശനി രാശി മാറുമ്പോൾ രേവതി നക്ഷത്രക്കാർ അനുഭവിക്കേണ്ടി വരുന്ന ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ശാസ്താ ക്ഷേത്രത്തിലോ ശനീശ്വര ക്ഷേത്രത്തിലോ ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാനെ പൂജിക്കുക, ഭഗവാനെ
നൈദ്യങ്ങൾ അർപ്പിക്കുക. എള്ളു പായസം വഴിപാട്, അരവണ പായസം വഴിപാട്, കടും പായസം വഴിപാട്, നെയ്യഭിഷേകം, നെയ്വിളക്ക്, നീരാഞ്ജനം എന്നിവയെല്ലാം നടത്തി അവന് നാമം ജപിച്ച് പ്രാർത്ഥിച്ചാൽ ഒരുപാട് ഐശ്വര്യം വന്നു ചേരുന്ന ഒരു 2.5 വർഷ കാലഘട്ടമായിരിക്കും. എന്നാൽ രേവതി നക്ഷത്രത്തിന് 5 വർഷത്തോളമാണ് ശനിദോഷമുള്ളത്. ഇത്രയും കാലം അയ്യപ്പസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് പ്രണയപരാജയം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. വിവാഹ തടസ്സങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞ് താമസിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്തോഷകരമായ ഒരു ജീവിതമില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ ശനിദോഷം മാറുക തന്നെ ചെയ്യും. ശനിദോഷം മാറാൻ അത് ചിലവർക്ക് ഈ പുറത്തോട്ടോ ഗൾഫിലോ അല്ലെങ്കിൽ മറ്റ് അമ്പലത്തിൽ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ശനിദോഷത്തിന് വേണ്ടി ശനീശ്വര പ്രീതിക്കുള്ള അല്ലെങ്കിൽ ശ്രീ അയ്യപ്പസ്വാമിക്കുള്ള രക്ഷകളുണ്ട്, ദേഹരക്ഷ യന്ത്രങ്ങൾ എന്നിവയെല്ലാം ധരിക്കുന്നതും വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഭഗവാന്റെ സഹസ്രനാമങ്ങളൊക്കെ നിത്യവും ജപിക്കുന്നത് നല്ലതായിരിക്കും. വിശ്വാസിയായ ഒരാൾക്ക് നാമങ്ങൾ ജപിക്കാം, അല്ലാത്തവർക്ക് ഈ രക്ഷയൊക്കെ ധരിക്കാം, ശനിദോഷം വരാതിരിക്കാനുള്ള രക്ഷയൊക്കെ ധരിക്കാം. എന്നാൽ ഇങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ അതറിയുവാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. തുടർന്ന് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.